ആരിഫ് ഹുസൈൻ, യെസ്, ആരിഫ് ഹുസൈൻ. ഞാനിതില് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒരു വശത്തേക്ക് നീക്കി വെക്കുക. ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 12 പോയിന്റ്സ് ആണ്. അതിന് സമയമില്ലാത്തൊരു തൽക്കാലം അതിൽ 6 ഞാൻ പറയാണ്. അയ്യോ, ഒന്ന്, ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിയോ ജിഹാദിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ജിഹാദ്, വാൾ എടുത്തുകൊണ്ടുള്ള ജിഹാദിന്റെ പുതിയൊരു വേർഷൻ ആണ്. അത് ഡെമോക്രസിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജിഹാദിസമാണ്. രണ്ടാമത്തത്, അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഹോൾസ് കണ്ടെത്തുക. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സാധനം അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉള്ള ലൂപ്പ് ഹോൾസ് നോക്കിയിട്ട് അതിനകത്തേക്ക് ഇസ്ലാമിക വൽക്കരണം അത് കടത്തി വിടുക എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ വഴി. മൂന്നാമത്തെന്ന് പറയുന്നത് ആ രീതിയിൽ സോഷ്യൽ ഫാബ്രിക്കുകളിൽ അവിടെ ക്രാക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇവരുടെ നിയമം കുത്തിക്കയറ്റാനുള്ള വഴിയാക്കി അത് മാറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ വഴി. നാലാമത്തെ വഴി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊവക്കേഷൻസ്, അതുവഴി മറ്റു സമുദായങ്ങളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് അതിനെ ക്യാഷ് ഇൻ ചെയ്യുക, അത് വെച്ചുകൊണ്ട് വിക്ടിം ബ്ലെയിം, അത് വെച്ചുകൊണ്ട് വിക്ടിം കാർഡ് കളിക്കുക എന്നുള്ളതാണ് ആ നാലാമത്തെ പണി എന്ന് പറയുക. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഇത് വഴി ഉണ്ടാക്കുന്ന ഒരു കെയോസ്, ആ കെയോസ് അവർ ഉപയോഗിക്കുക. ആ കെയോസിലൂടെ അവർക്ക് വലിയ ഒരു വീരപരിവേഷം ഉണ്ടാക്കുക, നേതാക്കളെ ഉണ്ടാക്കിയെടുക്കുക, അവരുടെ ഒറിജിനൽ അജണ്ട അതിനകത്തേക്ക് കുത്തിയിറക്കുക എന്നുള്ളത്. അങ്ങനെ അവസാനം ആ നിയോ ജിഹാദിസത്തിൽ നിന്നും വാളെടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അവസാനത്തെ 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് നമ്മളെ പോളിസി ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ശരിയ നിയമം അതിവിടെ സ്ഥാപിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് അവിടെ ശരിയാവുക. ഇതാണ് മിഷൻ 2047 ഡോക്യുമെന്റിൽ എഴുതി വെച്ചത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സ്കൂളിൽ നടക്കുന്ന എന്താണ്? ഈ ലൂപ്പ് ഹോൾ ഗെയിം ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയോ ജിഹാദിസിന്റെ ഭാഗമാണ്. അത് ഈ പറയുന്ന സോഷ്യൽ ഫാബ്രിക്കുകൾ ഉണ്ടാക്കുന്ന ക്രാക്കുകളാണ് നമ്മൾ കണ്ടെത്തുന്നത്. അത് വിജയകരമായിട്ട് നമ്മൾ ഇവിടെ തടഞ്ഞു എന്ന് പറയാം. കേരള സമൂഹത്തിന് ഇവിടെ വളരെ അഭിമാനപൂർവ്വം പറയാം, ഇത്തരത്തിലുള്ള ജിഹാദികളെ തടയുന്നതിൽ കേരളത്തിന് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാം. ഓക്കെ, എന്തായാലും ഒ അബ്ദുള്ള ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഉടനീളം ഇരിക്കുന്നത്. അതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ശ്രീ ഒ അബ്ദുള്ള.